ആ കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ. വീഡിയോ കാണാത്തതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് ബോംബെ പോയല്ലോ. ബോംബെ പോയി അവിടെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ചേർന്ന ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് ഒരു ബോഡി ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞത് ഒരു ആൻജിയോഗ്രാം ചെയ്ത് നമുക്ക് നോക്കാം, ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ബോംബെ പോയിട്ട് വരട്ടെ, പോയിട്ട് വന്നതിന് ശേഷം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പൊ പോയിട്ട് എല്ലാം പർച്ചേസിങ് കഴിഞ്ഞ് ഓരോ സ്ട്രീറ്റും കയറി ഇറങ്ങി എത്ര കഷ്ടപ്പെട്ടില്ല. അത് മാത്രമല്ല ഭയങ്കര ചൂട് ബോംബെയില്. ഇതെല്ലാം പൊടി പിന്നെ എനിക്കൊന്ന് സഹിക്കാന്ന്, പക്ഷെ ചൂട് സഹിക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിവിടെ വന്നപ്പോ 14-ാം തീയതി നമ്മള് ആനന്ദപുരിയിലേക്ക് ബുക്ക് ചെയ്തിരുന്നല്ലോ. അപ്പൊ അങ്ങനെ അന്ന് പുള്ളി പോയി അഡ്മിറ്റായി അടുത്ത ദിവസം ഇതുപോലെ ആൻജിയോഗ്രാം എല്ലാം ചെയ്ത് അവരൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ തന്നെ അതിനകത്ത് ഒരു ബ്ലോക്ക് ഉണ്ട്. അപ്പൊ പിന്നെ കൈയോട് തന്നെ ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു. നന്നായി. എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേ പോയി നോക്കും. അത് മാത്രമല്ല ശ്രീജയ, നമ്മുടെ ജീവിതത്തിൽ നമ്മള് ഓരോ കാര്യങ്ങൾ മുൻകൂട്ടി പ്രതീക്ഷിക്കും. അത് തെറ്റാണ്. എന്നെ സംബന്ധിച്ച് നെഗറ്റീവ് ചിന്തിച്ചാലേ എനിക്ക് പോസിറ്റീവ് ആവുള്ളൂ. ഓരോരുത്തർ പോസിറ്റീവായിട്ട് ചിന്തിക്കണം, പക്ഷെ അങ്ങനെ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ നടക്കത്തില്ല. പക്ഷെ ഞാൻ പോയിട്ട് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, കുറച്ച് ആൾക്കാരെ സഹായിക്കണം, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചാണ് വന്നത്. എന്റെ ഇനിയില്ല, ഒരു 2 ആഴ്ചത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഒരു സാവകാശം നമുക്ക് കിട്ടിയത്. ഒരുപാട് വെറൈറ്റി ഉണ്ട്, ഒത്തിരി വെറൈറ്റി ഉണ്ട്. അപ്പൊ കുറച്ച് സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയി എടുക്കാൻ അവര് തന്നെ എല്ലാം അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ കുറച്ച് എത്തി, എങ്കിലും ഒരുപാട് സാധനങ്ങൾ വരാനുണ്ട്. അപ്പൊ ഞാൻ നേരിട്ട് പോയി പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടെടുക്കാൻ കുറെ കാര്യങ്ങൾ പറ്റിയിട്ടുണ്ട്. എല്ലാം ഓപ്പൺ ചെയ്യണം, സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുക, ഇതൊക്കെയാണ് എന്റെ പണി. പക്ഷെ പാക്കിങ് എല്ലാം പുള്ളിയാണ്. അപ്പൊ എനിക്ക് പാക്കിംഗ് പരിപാടി ഒന്നും അറിയത്തില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് താമസിക്കുന്നുണ്ട് ആൾക്കാർക്ക് കൊടുക്കാനായിട്ട്. പിന്നെ സാധനങ്ങൾ എത്തിയില്ല. ഇന്നലെ വന്നെങ്കിലും കംപ്ലീറ്റ് വന്നെങ്കിലേ നമുക്ക് അത് എല്ലാം ഒന്ന് പൊട്ടിച്ച് നോക്കാൻ പറ്റുള്ളൂ. ഇഷ്ടം പോലെ സാധനങ്ങൾ എത്തിയിട്ടുണ്ട്, വെറൈറ്റി സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയത് കൊണ്ടാണ് നമ്മൾ നോക്കിയെടുക്കുന്നത് തമ്മിൽ, അവരയച്ചു തരുന്നത് നോക്കിയെടുക്കുന്ന തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മുടെ മൈൻഡിൽ വരുന്ന ഓരോ സാധനങ്ങളൊക്കെയാണ് നമ്മൾ എടുക്കാറുള്ളത്. ഞാനും കാണാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ബാഗിന്റെ ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അത് എന്തായാലും തൽക്കാലത്തെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പോയി തന്നെ പർച്ചേസിങ് ചെയ്താലേ പറ്റത്തുള്ളൂ, അല്ലാതെ പറ്റത്തില്ല. അപ്പൊ ഇതാണ് താമസിക്കാതെ തന്നെ നമ്മള് എല്ലാവർക്കും സാധനങ്ങൾ അയച്ചു തരുന്നതാണ്. എല്ലാം ഒന്ന് അതിന് ഒരാഴ്ചത്തെ താമസം എന്തായാലും ഉണ്ടാവും. അപ്പൊ തന്നെ ചേട്ടനും ഒന്ന് നല്ല ഇതാവും. ഇപ്പൊ റെസ്റ്റാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, സുഖമായിരിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോസ് ഇടാത്തത് കേട്ടോ. എന്തായാലും ഈ ചെറിയ വീഡിയോകൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇടാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ആൾക്കാർക്ക് അറിയില്ലല്ലോ നമ്മളെ ഇവിടെ എന്താ നടന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വീട്ടിൽ ഇരിക്കുന്ന നമ്മളെ പോലുള്ളവര് ജോലി ചെയ്ത് ഇങ്ങനെ നടക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ പറയുന്നത് ഇതുപോലെ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ എല്ലാം അറിയാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ അപ്പോൾ പോകുമ്പോഴാണ് ഫുൾ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയുന്നത്. പക്ഷെ എന്തായാലും ചേട്ടന്റെ നേരത്തെ കണ്ടുപിടിച്ചതിന്റെ കാര്യമായി. അപ്പൊ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പൊ ഇനിയെല്ലാം പിന്നെ കാണാം. ബൈ.